നമസ്കാരം. താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങൾ എല്ലാവരും വന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, ലൈക്ക് എവറിബഡി സെയിങ്, വലിയൊരു ബ്ലെസ്സിങ് ആണ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി, ടു വർക്ക് വിത്ത് സച്ച് വണ്ടർഫുൾ ആക്ടേഴ്സ്, സച്ച് എ ഗുഡ് ക്രൂ. പിന്നെ ഫൈനലി ടു സേ, ഈ പടം കല്യാണം മരം ഇതൊരു ഇൻവിറ്റേഷൻ ആണ് ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തിന്, നിങ്ങളുടെ എല്ലാവരുടെ ഫാമിലീസിന്. Please come and watch this wonderful family entertainer. കല്യാണമരത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ ശരിക്കും തീരെ എക്സ്പെക്റ്റഡ് ആവാതെ ഈ മൂവിയിലേക്ക് വന്ന ഒരാളാണ്. കാരണം ആദ്യം സോങ്സ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു, പിന്നെയാണ് ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അജയ് ജോസഫ് സാർ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് പാടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ന്യൂജൻ കാലത്ത് ഇറങ്ങുന്ന ഒരു പാട്ട് പോലത്തെ ഒരു പാട്ടല്ല, ഒരു ഭയങ്കര ഒരു പഴയ രീതിയിലുള്ള ഒരു റെട്രോ കൈൻഡ് ഓഫ് സോങ് ആണ്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഫുൾ 100% കൊടുത്ത് ആ സോങ് പാടാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ പിന്നെ എൻ്റെ അനിയത്തി ദേവുടെ മൂവിയാണ്. സോ ഇവരെല്ലാവരും ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളുടെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഹാപ്പി ടു ബി ഹിയർ, സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് കല്യാണം. അപ്പം മൂവി March 27 റിലീസ് ചെയ്യാണ്. എല്ലാവരും വരണം, നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം ഞാൻ അഡ്വൈസ് ചെയ്യണം. ഇതിനൊക്കെ എന്താ പറയാ, ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ചില കോളേജിലൊക്കെ പോകുമ്പോൾ, എഞ്ചിനീയറിംഗ് കോളേജ്, IIT-ലൊക്കെ ഞാൻ പോയ സമയത്തൊക്കെ, മദ്രാസിലൊക്കെ പോയ സമയത്തൊക്കെ അവരെയൊക്കെ ഞാൻ ഉപദേശിക്കേണ്ട അവസ്ഥ ആലോചിച്ചു. അവരത് കേൾക്കേണ്ട അവസ്ഥ ആലോചിച്ചു. ഞാൻ +2 എന്റെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് അവരൊക്കെ അതൊരു ഗതികെട്ട അവസ്ഥയല്ലേ. ഇത് കേൾക്കുന്ന ഒരു മാഷിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഇത് ഏതെങ്കിലും ഒരു മാഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ ഉപദേശം ഇരുന്നിട്ട് ഇതുപോലെ എറിഞ്ഞു പൊട്ടിക്കുന്നില്ലേ, ഫോണവന് എറിപ്പിക്കണ്ട, ഒന്നും പറയണില്ല. പക്ഷെ അവരങ്ങനെ എടുക്കണമെന്നില്ലടോ ആ സെൻസിൽ കേൾക്കുന്നവര്. അല്ല, ഉപദേശം ഇപ്പം അവര് വലിയൊരു ഇതല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ടീച്ചർമാരാണ് എന്റെ ഒരു നമ്മളെ ഒരുപാട് കഴിവില്ലാത്ത സമയത്തും നിന്നെ കൊണ്ട് സാധിക്കും സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തള്ളിവിട്ടത് കുറെ ടീച്ചർമാരാ. മറ്റേ എന്നെ ആദ്യമായിട്ട് സ്കൂൾ നാടകത്തിൽ അഭിനയിക്കുന്ന എൻ്റെ ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് അഭിനയം ഈ ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. പക്ഷെ നാടകത്തില് അഭിനയിച്ച അത് ഞാൻ എവിടെയൊക്കെയോ ഞാൻ ഈ കഥയും പറഞ്ഞിട്ടുണ്ട്. ആ എല്ലാ വർഷവും നാടകത്തിന് എൻ്റെ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരുന്നതാണ്. ആ വർഷം മാത്രം കിട്ടിയില്ല, ഞാൻ അഭിനയിച്ച വർഷം. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇംഗ്ലീഷ് നാടകം, ഇംഗ്ലീഷ് മ്യൂസിക്കൽ ഡ്രാമ. അങ്ങനെ ഈ ടീച്ചർ എന്നെ നിർബന്ധിക്കുന്നു. ടീച്ചർ പറയുന്നു, നിന്നെ കൊണ്ട് സാധിക്കും, നീ ഒന്നുമില്ലെങ്കിലും ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മഹാനായ കലാകാരന്റെ, ചെന്നൈയിലാണ് പുള്ളിക്കാരി, മലയാളിയാണ്, എന്തെങ്കിലും കഴിവ് നിന്നിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ടീച്ചർ അങ്ങനെ ഒന്നും നിർബന്ധമില്ല, ഒരു കഴിവില്ലാത്ത എത്ര മക്കളുണ്ട്, ഉദാഹരണം വരെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു കഴിവില്ല, നിന്നെ നിർബന്ധിക്കരുതില്ല, എന്നിൽ അങ്ങനെ ഒരു കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഞാൻ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൂപ്പർ സീനിയർ ആയിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് എന്റെ നാടകത്തിൽ, സ്കൂൾ ലീഡറും കൂടിയാ പെൺകുട്ടി. പിന്നെ അവളെ എല്ലാ ദിവസവും കാണാലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ഞാൻ ഈ നാടകത്തിൽ അഭിനയിക്കാനൊക്കെ പോകുന്നത്. അങ്ങനെ റിഹേഴ്സൽ നടക്കുന്നു. അപ്പൊ നമ്മൾ റിഹേഴ്സ് ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഇപ്പോ വലിയ സ്റ്റേജിലായിരുന്നു ഞങ്ങൾ റിഹേഴ്സ് ചെയ്തിരുന്നത്. വലിയ സ്റ്റേജ്, ഞങ്ങളുടെ സ്കൂളിന്റെ സ്റ്റേജിലാണ് റിഹേഴ്സ് ചെയ്തത്. അപ്പോൾ ഞാൻ അതില് 90 വയസ്സായിട്ടുള്ള അപ്പൂപ്പനായിട്ട് അഭിനയിക്കുന്നു. ഞാൻ അഭിനയിക്കുന്നു എന്റെ കഥാപാത്രം. അപ്പൊ ഈ അപ്പൂപ്പൻ ലാസ്റ്റ് താഴെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്ത് ഏറ്റവും എൻഡില് ഈ അപ്പൂപ്പൻ മരിക്കും, ഞാൻ മരിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്റെ ചുറ്റും ഇരുന്നിട്ട് ഇവര് ഡാൻസ് കളിക്കും. എന്നുവെച്ചാൽ എന്നെ അവിടെ സൈഡിൽ കിടത്തിയിട്ട്, പിന്നെ മ്യൂസിക്കൽ ഡ്രാമയാണ്, അതിന്റെ ചുറ്റും പാട്ടും വന്ന് എൻഡിൽ ഒരു സാഡ് സോങ് വന്നിട്ട് ഡാൻസ് കളിച്ചിട്ട് അവസാനിക്കും. അപ്പൊ ഈ മറ്റേ ഞങ്ങൾ റിഹേഴ്സ് ചെയ്ത സ്റ്റേജില്, വലിയ സ്റ്റേജ് ആയതുകൊണ്ട് എനിക്ക് അവിടെ സൈഡിൽ കിടക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ മത്സരത്തിന് പോയപ്പോ കുഞ്ഞു സ്റ്റേജായിരുന്നു, വേറെ സ്കൂളിലെ സ്റ്റേജിൽ പോയപ്പോ ഈ സ്റ്റേജ് ചെറുതായപ്പോ ഞാൻ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് കുറെ ഡാൻസേഴ്സ് ഉണ്ടല്ലോ, കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഞാൻ ഈ കിടക്കുന്ന സ്ഥലത്ത് ഈ ഡാൻസേഴ്സ് എന്നെ ഇങ്ങനെ തട്ടുന്നു ഇതാവുന്നു. ഞാൻ അവസാനം ഒരു രക്ഷയിലിരിക്കും. കാരണം ഒരു പെണ്ണൊക്കെ വന്നിട്ട് നേരത്തൊക്കെ ചവിട്ടിയിട്ടൊക്കെ പോകുന്നു, കാരണം അവർക്ക് സ്ഥലം വേണമല്ലോ. ഞാനിവിടെ കിടക്കില്ലേ, കുറെ ചവിട്ടി കിട്ടിയപ്പോ ഞാൻ എഴുന്നേറ്റ് ഈ കൂട്ടത്തിൽ ഡാൻസ് കളിച്ച്
കാരണം എനിക്ക് ഇവർ ഡാൻസ് റിഹേഴ്സ് ചെയ്ത് എനിക്ക് അറിയാം, വേറെ വഴിയില്ല. ഇതിന് ഞാൻ സൈഡിലൂടെ ഡാൻസ് കളിച്ചിട്ട് ഞാൻ ആ വഴി ഇറങ്ങിപ്പോയി. കാരണം ഇറങ്ങി പോണല്ലോ, എത്ര നേരം ഡാൻസ് കളിക്കും. അങ്ങനെ ഇറങ്ങിപ്പോയി. ടീച്ചർ എന്നെ നോക്കിയിട്ട് എല്ലാവരും ഡൂയിങ് എന്നോട്. ഞാൻ പറഞ്ഞു ടീച്ചർ അവിടെ സ്ഥലമല്ല, എനിക്ക് ചവിട്ടപ്പോട്ട് ഞാൻ അവിടെ നിൽക്കണം. യു ഇഡിയറ്റ് എന്റെ ശ്രീനിവാസന്റെ മഹാനായ മോൻ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ റിഹേഴ്സ് ചെയ്യുമ്പോൾ വലിയ സ്റ്റേജിൽ നമ്മൾ ചെയ്യും, പോകുന്ന സ്ഥലത്ത് ഈ സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇതുപോലത്തെ ടീച്ചർമാര് കേട്ടിട്ട് നമ്മൾ ഇതൊക്കെ പരിപാടിക്കൊക്കെ പോകരുത്. ഇതുവരെ ഓർമ്മ പുതുക്കിയെന്ന്. നീ ഇത് എപ്പോ വന്ന മുളച്ചതാണ്, നീ പുതിയതായിട്ട് വന്നതാണ്. ഈ യുദ്ധം നടന്ന സമയത്ത് ഇങ്ങോട്ട് കെട്ടിയെടുത്തതാണോ? എവിടെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നോളിൽ പോയതാ. എടി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. BFT ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ എന്താ? എടുത്തോട്ട് പോകാമോ? എന്താ നിന്റെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്. അതാണ് നീ പിന്നെ പറ, നമുക്ക് തമ്മിൽ മാത്രം. മാഡം ഒരു ഹൗസ് വൈഫ് ആയിരിക്കും, ഒരു മനോഹരമായിരിക്കും. ഇതിൽ എന്തായാലും എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, എന്തായാലും ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകത? ഇവിടെ അമ്മയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ അതാണ് സപ്പോർട്ടിങ് ക്യാരക്ടർ. അല്ല, ഇതിൽ എന്താ ഇപ്പോഴും എല്ലാ സിനിമയിലും ഇതുപോലെ ഭയങ്കര നന്മയായിട്ടും ഭയങ്കര സന്തോഷമായിട്ടും ഒരു കഥാപാത്രം തന്നെയാണ്. അങ്ങനെ സ്റ്റാമ്പ് അടിച്ചു വരാതെ ഇതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാത്തിലും ഉണ്ട്. ഒരു അമ്മയ്ക്ക് ഒരു ഫാമിലിയിൽ എന്താണ് റോള്, അതേ ഉള്ളൂ എനിക്കും ഇതില്. ഓരോ അമ്മയ്ക്കും എവറി മദർ ഇസ് ഡിഫറെൻറ്റ്. ഓരോ മദറുടെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്, ഓരോ മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ പേര്? സുജോ. ശരിയാണോ? സുജോ ആണോ? നിങ്ങളുടെ പടം എപ്പോൾ വരും? അതിലെനിക്ക് ക്യാരക്ടർ എന്തായിരിക്കും? അപ്പൊ സംസാരിക്കാം. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. പല കഥാപാത്രങ്ങളുടെയും സിനിമാ ഡയലോഗുകളുടെയും ഇപ്പോൾ വന്ന സാഹചര്യത്തിൽ ലോകത്തിൽ എവിടെയായാലും മനുഷ്യന്റെ കാര്യം ഒരേപോലെയാണെന്നുള്ള ഡയലോഗുകൾ പലതും ഇപ്പോൾ വരുന്നുണ്ട്. അതേപോലത്തെ ഡയലോഗുകളൊക്കെ എഴുതാൻ സാധിക്കുമോ? മനസ്സിലായി. യുദ്ധത്തെ പറ്റിയൊക്കെ അച്ഛനെ ലോകകാര്യങ്ങളിലെ അച്ഛൻ എഴുതി ഞാൻ എഴുതാൻ പോകുന്ന നീ നോക്കിക്കോ. അല്ല, അങ്ങനെയുള്ള എന്താ പറയാ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല ഡയലോഗുകളും പല വരാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ എഴുതാൻ ദീർഘവീക്ഷണമുള്ള ആളാണോ ധ്യാൻശ്വാസം? എന്ത് ചോദ്യം നീ ഈ ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് ഉറപ്പായിരുന്നു. അത്ര ദീർഘവീക്ഷണമുണ്ട് എനിക്ക്. അതാണ് നീ എന്താ ഇത് വൈകിപ്പോയെന്നുള്ളത് അല്ലേ? ഇതൊക്കെ എൻ്റെ ഒരു പാർട്ട് ഓഫ് ദ പ്ലാൻ ആണ് അല്ലേ? പ്രശാന്ത് പുള്ളിയോട് എന്നാണ് പറയുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? മാറിയില്ലേ കഷ്ടപ്പെട്ട മുടി? അല്ല, ഇപ്പോഴും വളരെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒഴുക്കിലൊക്കെ ആണെങ്കിൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പല സിനിമകളും അതിലുണ്ടായിരുന്നു. ഫാസിലിന്റെ അല്ല, പല മനസ്സുകളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടർ കോമഡിയാണ്. അത് ഇപ്പൊ ആക്ടേഴ്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ചെയ്യാൻ പാടുള്ളത് എന്തൊക്കെ? ചെയ്യാൻ പാടുന്നത് അതെ പാടം കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ മനോഹര അല്ലേ? എന്താണ് ഉത്തരം പറയുന്നത്? ഉത്തരം മുട്ടിക്കുന്ന